തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിന്റെ അറസ്റ്റ് ഉടനുണ്ടാകില്ല. തെളിവുകൾ ശേഖരിച്ച ശേഷമാകും പി.സി. ജോർജിന് നോട്ടീസ് നൽകുക. കേസിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനായി പരാതിക്കാരനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗ വീഡിയോ ഹാജരാക്കാനും പോലീസ് നിർദ്ദേശിച്ചു. രാഹുൽ സുരേഷ് നൽകും വിവരങ്ങൾ. രാഹുൽ സുരേഷ്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. പക്ഷേ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഈ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുശേഷമായിരിക്കും ഈ നോട്ടീസ് നൽകുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക, അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, പി.സി. ജോർജ് ചോദിച്ചു വാങ്ങിച്ച പണി തന്നെയാണ് ഈ കേസ്. പക്ഷേ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്ന കാര്യമാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഇതിലെ പരാതിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് എസ്.ടി. അനീഷ് കാട്ടാക്കടയോട് മൊഴി രേഖപ്പെടുത്താനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉടൻ തന്നെ അദ്ദേഹം ഹാജരാവുകയും മൊഴി നൽകുകയും ചെയ്യും. അതിനുശേഷം മുസ്ലിം മതവിദ്വേഷ വീഡിയോ ഈ പരാതിക്കാരനോട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മൊഴിയും അതോടൊപ്പം തന്നെ തെളിവുകളും ശേഖരിച്ച ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് തൊടുപുഴ പോലീസ് കടക്കുക. ഈ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷം പി.സി. ജോർജിന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകും. ആ നോട്ടീസ് കൈപ്പറ്റിയ ശേഷം ഹാജരായില്ലെങ്കിലായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക. ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി തൊടുപുഴ പോലീസിനോട് ഈ കേസ് എടുക്കാനായി ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പി.സി. ജോർജിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു മുസ്ലിം മതവിദ്വേഷ പ്രസംഗം പി.സി. ജോർജ് നടത്തുകയും ചെയ്തത്. ശ്രുതി, ശരി, വ്യക്തമാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.